ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? നമുക്കിന്നൊരു അടിപൊളി കുക്കർ ബിരിയാണി ഉണ്ടാക്കി നോക്കാം കേട്ടോ. കുക്കർ ചിക്കൻ ബിരിയാണി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജീരകശാല റൈസ് എത്രയാണോ എടുക്കുന്നത് അത് നല്ല കൃത്യമായിട്ട് ഒരു ബൗളിലോ ഗ്ലാസ്സിലോ അളന്നിട്ട് അവിടെ വെച്ചോളൂ കേട്ടോ. നല്ല കഴുകി റെഡിയാക്കി അവിടെ വെക്കുക. അതെന്തിനാ വെച്ചാൽ ഏത് പാത്രത്തിലാണോ നമ്മൾ അരി എടുത്തിട്ടുള്ളത് അതിൻ്റെ 2 ഇരട്ടി വെള്ളം അവിടെ റെഡിയാക്കി വെക്കണം കേട്ടോ. തിളച്ചിരുന്നോട്ടെ തൊട്ടെടുത്ത് ആ വെള്ളമാണ് നമ്മൾ ഈ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ ചിക്കൻ അവിടെ കഴുകി റെഡിയാക്കിയിട്ട് അതിലെല്ലാ മസാലകളും തേച്ചിട്ട് അത് ഇപ്പുറത്ത് ഇവിടെ ഇരുന്നോട്ടെ കേട്ടോ. ഇനി കുക്കറാണ്ട് ഗ്യാസിൽ വെച്ചോളൂ. കുക്കറിൽ ഓയിലും നെയ്യും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക. അത് ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക, മുന്തിരി ഇട്ട് കൊടുക്കുക, പിന്നെ പൊടിക്കാത്ത ഗരം മസാല ചേരുവകൾ ഇട്ട് കൊടുക്കുക, ഇളക്കി കൊടുക്കുക. സവാള ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ചേർത്തിട്ടുള്ള പേസ്റ്റ് ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ട് കൊടുക്കുക. നല്ല ഇളക്കിയിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി മസാല തേച്ചൊക്കെ വെച്ചിട്ടുള്ള ചിക്കൻ അതിലിട്ട് കൊടുക്കുക. ഒരു പിടി മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ബിരിയാണി റൈസ് എത്രയാണോ അതിൻ്റെ 2 ഇരട്ടി വെള്ളം അപ്പുറത്ത് തിളച്ച് കിടന്നോട്ടേന്ന്. അതിൽ നിന്ന് 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഈ ചിക്കനിക്ക് ഒഴിച്ചു കൊടുക്കുക. കുക്കറാണ് അടച്ചു വയ്ക്കുക. 2 വിസിൽ വന്നോട്ടെ കേട്ടോ ചിക്കൻ. അതിന് ശേഷം തുറക്കുക. എന്നിട്ട് നമ്മുടെ ആ വെള്ളത്തിൻ്റെ ബാക്കി വെള്ളം കൂടി ഉണ്ടല്ലോ അവിടെ തിളച്ചെടുക്കണേ, ആ വെള്ളം കൂടി കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ. ബിരിയാണി അരിയുടെ 2 ഇരട്ടി വെള്ളമാണേ. ആ വെള്ളത്തിലേക്ക് നമ്മൾ ഈ കഴുകി വെച്ചിട്ടുള്ള ബിരിയാണി റൈസ് ഇട്ട് കൊടുക്കുക. ഉപ്പൊക്കെ പാകല്ലേ നോക്കുക. അടച്ച് വെക്കുക. ഒരൊറ്റ വിസിൽ വന്നിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് കുക്കർ കൊണ്ട് തുറന്നു നോക്കിയാൽ നമ്മളെ അടിപൊളി ടേസ്റ്റുള്ള ബിരിയാണി റെഡി ആട്ടോ. ബിരിയാണിയിൽ ചിലർ തൈര് പിന്നെ ചെറുനാരങ്ങയൊക്കെ ഒഴിക്കലുണ്ട്. ഞാനത് രണ്ടും ചേർത്തിട്ടില്ല കേട്ടോ. അതൊന്നും ഇല്ലാതെ തന്നെ ഇത് സൂപ്പർ കിടിലൻ ബിരിയാണിയാണേ.